അവിടെ ചെന്നിട്ട് എല്ലാവരും എങ്ങനെ ഇരിക്കണം, ചേച്ചി എങ്ങനെ ഇരിക്കണം, പേരമ്മ എങ്ങനെ ഇരിക്കണം, അമ്മ എങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കണവരെ ഉള്ളൂ. നീ എന്ത് പറഞ്ഞു അവിടെ കിടന്ന് ടൂർ കാണുന്ന പറഞ്ഞില്ലേ നീ? വയ്യ, നമ്മൾ വെയിലില്ലാലും നമ്മൾ ഇരുന്ന് നീറ് കാണും. അതുകൊണ്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് മഴ വീണാലും അവിടെ സിമെൻറ്റ് അതൊന്നും വെള്ളം കിട്ടില്ല. വെള്ളം കിട്ടണത്തല്ലേ പോകുള്ളൂ. മനുഷ്യരുടെ മൃഗങ്ങളാണ് കൊണ്ടിങ്ങനെയുള്ളവരൊക്കെ എന്തൊന്നും പറയണ്ട. എല്ലാവരും കേൾക്കുമ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ. വെള്ളമാണോ എല്ലാത്തിനും പ്രധാനം. കൂടുതലാണ് എല്ലാവരും ഇപ്പോഴത്തെ വീടുകൊണ്ടുണ്ടാകുന്ന സംശയമാണ്. പിന്നെ കുറേ വീടുകൾ ആർക്കും അറിയില്ലായി. നമുക്ക് ഇഷ്ടം പോലെ ആരംഭിക്കാനുള്ള എല്ലാ പറഞ്ഞും ഉണ്ടാകും. പാലുണ്ട്, പഞ്ചാരുണ്ട്, തേയിലുണ്ട്, ഇതെല്ലാം ഇടയ്ക്കൊന്ന് അത് ചെയ്ത പറ്റും. എവിടെയുള്ളതാണ് അതിവിടെ വെച്ചിട്ട് പറയാൻ പോയി. അത് നമ്മുടെ ഭാഷ അതറിയാൻ പറ്റും. പിന്നെ ആ തണുത്ത വെള്ളത്തിൽ കുറേ നീന്തി കുടിച്ച് തുടച്ച് വാരി എടുത്തു എങ്ങനെയെങ്കിലും എടുത്തു വെച്ചു. അപ്പോൾ അയാൾ കുറേ കുതിരെടുത്തു. കുതിരത്തെ രാത്രി വെളുപ്പങ്ങാലത്ത് എനിക്ക് പുറത്തെടുത്ത് നടക്കണ്ടാവും. രണ്ടാമത് വന്നപ്പോഴും പൊങ്ങി തന്നു. ഇതെന്താ അങ്ങനെ മൊത്തമില്ല. എനിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് വരെ ഒരു അസുഖവും എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടി പാരമ്പര്യമായിട്ടില്ല. പിന്നെ ചിലതൊക്കെ ഉണ്ട്, അതൊക്കെ പോവും. അർഷത്തിൻ്റെ വിഷമം എന്നെ കെട്ടിയെടുത്ത് ഇതൊക്കെ പറഞ്ഞാൽ അവർ നമുക്ക് ദൈവതുല്യമാണ്. സത്യം പറയാം. പ്രത്യേകം പറഞ്ഞു അമ്മയ്ക്ക് പായസം വെച്ച് കൊടുക്കണേ, അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല, അമ്മയ്ക്ക് നെയ്യിടണ്ട, അമ്മയ്ക്ക് പായസം വെച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു ഓഹോ പായസം എന്നും കുടിക്കാൻ പായസം.